ഇടതിനെ ആക്രമിക്കാൻ കേരളത്തിലും ഇന്ത്യയിലുമുള്ള രാഷ്ട്രീയ ചർച്ചകൾ എപ്പോഴും എടുത്തു കാണിക്കുന്ന ഒരു ബ്രാൻഡഡ് ആയുധമാണ് നന്ദിഗ്രാം. നന്ദിഗ്രാമിനെ കുറിച്ച് നിങ്ങൾ കേട്ട കഥ മുഴുവൻ സത്യമാണോ? അതോ ഇടതിനെ തകർക്കാൻ നിർമ്മിച്ച നരേറ്റീവ് മാത്രമാണോ? ദശകങ്ങളായി ഇടതു മുന്നണി മാത്രം ഭരിക്കുന്ന ഒരു സംസ്ഥാനം. 2007 പശ്ചിമ ബംഗാൾ. കർഷകർക്ക് ഭൂമി ഉറപ്പു നൽകി ലാൻഡ് റിഫോംസ്, പഞ്ചായത്ത് ശാക്തീകരണം ഇതെല്ലാം നടപ്പാക്കിയത് കോർപ്പറേറ്റ് ലോബികളായിരുന്നില്ല, കർഷക പ്രസ്ഥാനങ്ങളിൽ നിന്നുമുള്ള CPIM ആയിരുന്നു. അങ്ങനെയുള്ള ഒരു സർക്കാർ പെട്ടെന്നൊരു ദിവസം കോർപ്പറേറ്റ് ലോബികൾക്ക് വേണ്ടി കർഷകരെ വിൽക്കുമെന്ന് പറയുന്നത് തന്നെ ലോജിക്കില്ലാത്ത കാര്യമാണ്. നന്ദിഗ്രാമിൽ പറയപ്പെട്ടത് സെസ് പ്രൊപ്പോസൽ മാത്രമാണ്. ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട ചില കള്ളങ്ങളായിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ ഫൈനലായിരുന്നു, സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരുന്നു, കർഷകരെ ബലമായി ഒഴിപ്പിച്ചു. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. പ്രാഥമിക നോട്ടിഫിക്കേഷൻ പോലും പിന്നീട് സർക്കാർ പിൻവലിച്ചു. ഗ്രാമീണ തലത്തിലും സമ്മതമുണ്ടായിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? പിന്നെ എങ്ങനെ നന്ദിഗ്രാം കോൺഫ്ലിക്റ്റ് സോണായി? ഇവിടെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെയും മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുടെയും എൻട്രി. സർക്കാർ ഓഫീസുകൾ അടച്ചുപൂട്ടി, റോഡുകൾ മുറിച്ചു, പോലീസ്, ആംബുലൻസ് ഉദ്യോഗസ്ഥർ ആർക്കും പ്രവേശനമില്ല. ഇത് സമരമായിരുന്നു? അല്ല, സ്റ്റേറ്റ് അതോറിറ്റിയെ കംപ്ലീറ്റ്ലി ചലഞ്ച് ചെയ്യുന്ന ഒരു സമാന്തര ഭരണമായിരുന്നു. ഈ ഭാഗം മീഡിയയും എതിർകക്ഷികളും പറയില്ല, കാരണം ഇവിടെ ഇടതു വില്ലനാവുന്നില്ല. മാർച്ച് 14 നിയന്ത്രണം വീണ്ടെടുക്കാൻ പോലീസ് നന്ദിഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. വെടിവെപ്പ് നടന്നു, മനുഷ്യജീവനുകൾ നഷ്ടമായി. ഇതൊരു ദുരന്തമായിരുന്നു. CPIM ഇതിനൊരിക്കലും ന്യായീകരിച്ചിട്ടില്ല. സർക്കാർ തന്നെ ഖേദം പ്രകടിപ്പിച്ചു. പക്ഷെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അന്ന് ആയുധധാരികളായ സംഘങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പോലീസ് മാത്രമാണോ ആക്രമണം നടത്തിയത്? പ്രദേശം മാസങ്ങളോളം സർക്കാർ നിയന്ത്രണത്തിന് പുറത്തായതെന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾ ഇടതിനെ ആക്രമിക്കുന്നവർ ചോദിക്കില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ജനങ്ങൾ എതിർത്തപ്പോൾ CPIM എന്ത് ചെയ്തു? സെസ് പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഇതാണ് ക്ലാസ് രാഷ്ട്രീയം. ഇനി ഇവരുടെ സ്ഥാനത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നെങ്കിൽ ബുള്ളറ്റ്, ബുൾഡോസർ, ജയിൽ, UAPA എല്ലാം കാണേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇവിടെ സർക്കാർ പിന്നോട്ട് വന്നു, ജനവിധി അംഗീകരിച്ചു. ഇവിടെയാണ് ഇടത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന വ്യത്യാസം. പിന്നെ എന്തിനാണ് നന്ദിഗ്രാം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടത്? കാരണം സിമ്പിൾ. ഇടതിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ഒരു ഇമോഷണൽ വെപ്പൺ വേണം. ഇടത് ഫാസിസം, ഇടത് ജനവിരുദ്ധം എന്ന നരേറ്റീവ് സിസ്റ്റമാറ്റിക്കായി നിർമ്മിച്ചു. പക്ഷെ ഇന്ന് 15 വർഷം കഴിഞ്ഞു. ഒരു കാര്യം ചോദിക്കാം, ഇന്ന് നന്ദിഗ്രാമിൽ സെസ് ഉണ്ടോ? ഇല്ല. കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത്? നന്ദിഗ്രാം ഇടത് സർക്കാരിന്റെ കോർപ്പറേറ്റ് അടിമത്തമായിരുന്നില്ല. വികസന ശ്രമം, രാഷ്ട്രീയ ഇടപെടൽ, അക്രമമായി മാറ്റിയ ഒരു പ്രതിഷേധം, പിന്നീട് സർക്കാർ തന്നെ എടുത്ത ഒരു ഉത്തരവാദിത്തപരമായ പിന്മാറ്റം. ഇതാണ് പൂർണ്ണമായ സത്യം. ഇടത് പെർഫെക്റ്റ് അല്ല, പിഴവുകളുണ്ടാവും. പക്ഷെ ജനങ്ങൾ എതിർത്തപ്പോൾ പിന്നോട്ട് വരാനുള്ള രാഷ്ട്രീയ ധൈര്യം CPIM മാത്രമാണുള്ളത്. നന്ദിഗ്രാം ഇടതിനെ തകർക്കാൻ നിർമ്മിച്ച രാഷ്ട്രീയ മിത്ത് മാത്രമായിരുന്നു. ഇതാണ് സത്യം.